നോമ്പ് തുറക്കുന്ന സമയത്ത് ആദ്യം കിട്ടുന്നൊരു ഗ്ലാസ് വെള്ളമില്ലേ, ആ വെള്ളം കിട്ടുന്ന സമയത്ത് എന്തൊരു സന്തോഷമാണല്ലേ. അത് കഴിഞ്ഞിട്ടോ, അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടണം, ഒരു ഗ്ലാസ് തരിക്കഞ്ഞി കിട്ടണം, പിന്നെ 2 ഗ്ലാസ് ചായ കിട്ടണം, തീർന്നു. ശരിക്കും നമുക്കൊരു ദിവസം എത്ര ഗ്ലാസ് വെള്ളമാണ് ആവശ്യം? ഒരു മുതിർന്ന വ്യക്തിക്ക് 8 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം എന്നാണ് കണക്ക്. കുടിനീരിറക്കാതെ നമ്മൾ ചിലവഴിക്കുന്ന ഒരു പുലർച്ചെ മുതൽ വൈകുന്നേരം മഗ്‌രിബിൻ്റെ സമയം വരെയുള്ള ആ സമയത്ത് തീർച്ചയായും നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. അതിനുശേഷം നമ്മൾ ശരിക്കും ഈ ഒരു 12 ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? നമ്മൾ ഭക്ഷണം കഴിക്കാൻ മത്സരിക്കുന്ന ആ ഒരു ശുഷ്കാന്തി എന്തുകൊണ്ട് വെള്ളം കുടിക്കാൻ എടുക്കുന്നില്ല? നമ്മൾ നോമ്പ് തുറക്കാൻ ഒരു കവിള് വെള്ളം അല്ലെങ്കിൽ ഒരു 3 മുറുക്ക് വെള്ളം എന്നൊക്കെ പറയുന്ന പോലെ 3 കവിള് വെള്ളം കുടിക്കുന്നുണ്ടാവാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. പുലർച്ചെ വരെ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പറയുന്നത് രാത്രി കുറേ വെള്ളം കുടിച്ചാൽ ഉള്ള നേരം ഉറങ്ങാൻ പറ്റില്ല, അപ്പോൾ മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വെള്ളം കുടിക്കേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏതായാലും ഒരു ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ട് എന്തായാലും കുടിക്കും. അതിനുശേഷം ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിൽ കുടിച്ചോളൂ, നല്ലത് തന്നെ. ചായ കുടിക്കുന്നുണ്ടെങ്കിലും വിരോധമില്ല. പക്ഷേ ചായ, കാപ്പി തുടങ്ങിയ പാനീയങ്ങൾ റമളാൻ മാസത്തിൽ കഴിയുന്നതും കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം മൂത്രത്തിൻ്റെ അളവ് കൂട്ടുന്ന, ദേഹത്തിൽ നിന്നും വെള്ളം വലിച്ചു പുറത്ത് കളയുന്ന ചെറിയൊരു ദുസ്വഭാവം ഈ 2 പാനീയങ്ങൾക്കുണ്ട്. പിന്നെ എങ്ങനെ പച്ചവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കും, ഛർദ്ദിക്കാൻ വരില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ കറക്റ്റായ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കുപ്പി വെള്ളം നമ്മുടെ അടുത്ത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ ഓരോ കവിള് വെള്ളം വെച്ച് കുടിക്കാൻ പറ്റും. അല്ലെങ്കിൽ തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കുന്നതിൻ്റെ അടുത്ത് വെള്ളം കൊണ്ടുപോയി വയ്ക്കാം. അപ്പോൾ ഈ രീതിയിൽ വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഈ ഒരു 12 ഗ്ലാസ് എന്നുള്ള ആ ഒരു ടാർഗറ്റിൽ നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടുത്ത നിർജ്ജലീകരണം ഉണ്ടാവും. ഒന്നാമത് ഇപ്പോൾ ചൂടുള്ള ക്ലൈമറ്റാണ്, നമ്മൾ വേർക്കുന്നുണ്ട്, പോരാത്തതിനും അകത്തോട്ട് ചെല്ലുന്ന വെള്ളത്തിൻ്റെ അളവും കുറവാകുമ്പോൾ പല രീതിയിൽ ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം, പ്രത്യേകിച്ച് രോഗികൾക്ക്. അപ്പം ദയവ് ചെയ്ത് 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രദ്ധിക്കുക. അത് ഏത് ഫോമിലായാലും മതി, വിരോധമില്ല. പിന്നെ നമ്മൾ സാധാരണ നോമ്പ് തുറന്നതിന് ശേഷം പുറത്ത് പോകുന്നവർക്കാണ് മിക്കവാറും ഈ ഒരു കോള പോലെയുള്ള അല്ലെങ്കിൽ പാക്കേജ് ഡ്രിങ്ക്സ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ പാക്ക് ചെയ്ത ജ്യൂസസ് ഒക്കെ തന്നെയും പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പഞ്ചസാരയുടെ അളവ് കൂടുതലാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യും. അപ്പോൾ കഴിവതും പാക്കേജ് ഡ്രിങ്ക്സ് ഈ ഒരു മാസത്തേക്ക് നിർബന്ധമായിട്ടും ഒഴിവാക്കണം എന്ന് തന്നെ പറയുന്നു. പിന്നെ ഇതുകൂടാതെ നമുക്ക് സംഭവിക്കുന്ന മറ്റൊരു അബദ്ധമാണ് കൂടുതലായിട്ട് എന്ത് ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ ജ്യൂസ് കുടിക്കുക. നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു രീതി പാടെ മാറ്റി വെച്ചുകൊണ്ട് മധുരട്ടത് കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് ദാഹം കൂട്ടുന്നല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പഞ്ചസാരയുടെ ആവശ്യവും നമുക്കില്ല. രുചിയുടെ കാര്യം മനസ്സിലാക്കുന്നു എങ്കിൽ പോലും രുചി ഒരല്പം മാറ്റി നിർത്തുക, ക്വാളിറ്റിയിലേക്ക് വരിക. കാരണം ഈ ഒരു മാസം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിൻ്റെ രീതി തന്നെ മാറുന്ന, ബയോളജിക്കൽ ക്ലോക്ക് തന്നെ തിരിയുന്ന ഒരു മാസത്തിൽ ഇത്തരത്തിലൊരു അബദ്ധം ദയവേദിട്ട് കാണിക്കരുത്. അപ്പം മറ്റു വെള്ളം ഏതൊരു പാനീയമാണെങ്കിലും മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഇതുപോലെ നമുക്ക് സംഭവിക്കുന്ന മറ്റൊരു അബദ്ധമാണ് അമിതമായി തണുപ്പിച്ച പാനീയങ്ങൾ. ഈ തണുപ്പ് ഷെയ്ക്ക് പോലെയോ അല്ലെങ്കിൽ ഐസ്ക്രീം ഇട്ട സംഗതികളോ എന്ത് തന്നെയോ ആയിക്കോട്ടെ, അത്രയും തണുപ്പ് നമ്മൾ പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്ന ഒരു ബോഡിയിലേക്ക് ചെല്ലുന്നത് ഒട്ടും ആരോഗ്യകരമായ ഒരു ട്രെൻഡ് ആയിരിക്കില്ല. കാരണം ടോൺസിലൈറ്റിസും സൈനസൈറ്റിസും ഒക്കെ അവിടെ മാറ്റി നിർത്തിയാൽ പോലും ആ ഒരു തണുപ്പ് നമ്മുടെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ്. അപ്പോൾ തണുപ്പ് നിർബന്ധമുള്ളവർക്ക് ഒരു മീഡിയം കോൾഡായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഈ ഐസ് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തികച്ചും അനാരോഗ്യകരമായ സാഹചര്യങ്ങളിൽ ഐസിട്ട വെള്ളം കുടിക്കരുത്. കാരണം നമുക്കറിയാം ഈ ഐസ് പലതരം രോഗാണുക്കളെ വഹിക്കുന്നുണ്ടാവും. ആരോഗ്യകരമായ നല്ല വെള്ളത്തിൽ നിന്നും ഉണ്ടാക്കിയതല്ലെങ്കിൽ ഈ ഐസ് പല പ്രശ്നങ്ങൾക്കും കാരണമാകാം. അപ്പോൾ ദയവ് ചെയ്ത് പുറത്തുനിന്ന് കുടിക്കുന്ന തണുപ്പിച്ച പാനീയങ്ങളെ ഒരല്പം ശ്രദ്ധയോടെ മാത്രം തിരഞ്ഞെടുക്കുക. കൂടാതെ ഇനി നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് നാരങ്ങ വെള്ളം കുടിച്ചാൽ പ്രശ്നമുണ്ട്. ആ സമയത്ത് നാരങ്ങ വെള്ളം കുടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതിൽ വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടാൽ ഏറ്റവും നല്ലതാണ്. എങ്കിൽ കൂടിയും പാനീയങ്ങൾ മാറ്റി നിർത്തി പരമാവധി നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് വരുന്ന ആ ഒരു ട്രെൻഡായിരിക്കും ആരോഗ്യത്തിന് നല്ലത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും രുചികരമായൊരു റമളാൻ തന്നെ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. താങ്ക് യു.